ഇന്ന് ഒരു സോങ് റെക്കോർഡ് ചെയ്യാൻ പോവാന്ന് ഓർത്തിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് പ്ലാൻ. പക്ഷേ രാവിലെ തൊട്ട് നല്ല മഴയാണ്. 11 മണിക്ക് സ്റ്റുഡിയോയിൽ എത്താന്നാ പറഞ്ഞത്. ഏകദേശം 10:30 കഴിഞ്ഞു. മഴയത്ത് ഞങ്ങളോടൊക്കെ പോണം. നോക്കാം. സോ കോരിച്ചൊരു മഴയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നു. ലോ ബോക്സ് എന്നാണ് സ്റ്റുഡിയോയുടെ പേര്. വീടിൻ്റെ അടുത്തുള്ളൊരു സ്റ്റുഡിയോ ആണ്. നല്ല മഴയാണ്. നമ്മുടെ പാട്ടുകാരി വരണം. ഇതാണ് നമ്മുടെ പാട്ടുകാരി. മുഖത്തുള്ളത് ആ പുച്ഛഭാവമല്ല. ആക്ച്വലി ആദ്യമായിട്ടാണ് സ്റ്റുഡിയോ സെക്ഷനിലോട്ട് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു പേടിയാണത്. ലൂ ബോക്സ് ആക്ച്വലി നല്ലൊരു അഫോർഡബിൾ സ്റ്റുഡിയോ ആണ്. ഇവിടെ ആക്ച്വലി റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്, എഡിറ്റിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ഇതാണ് നമ്മുടെ റെക്കോർഡിംഗ് എഞ്ചിനീയർ അശ്വിൻ ബ്രോ. പുള്ളിയുടെ തന്നെയാണ് ഈ സ്റ്റുഡിയോ. സെന്ന ഈസ് ആക്ച്വലി നല്ല രീതിക്ക് പേടിച്ചിരിക്കണേണ്. അവൾ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ പാടാൻ വരുന്നത് തന്നെ. ആൻഡ് ഒരു ഓഡിയൻസിന് മുന്നിൽ പാടിയിട്ട് തന്നെ ഏകദേശം ഒരു 3-4 കൊല്ലമായി. അപ്പോൾ നമ്മുടെ അശ്വിൻ ബ്രോ റെക്കോർഡിംഗ് എഞ്ചിനീയറിൻ്റെ ഫ്രണ്ടിൽ പാടാൻ നല്ല നാണം ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. ആ ഒരു പേടി കൊണ്ട് തന്നെ ഒരുപാട് ടേക്ക് പോകേണ്ടി വന്നു. കാരണം അത്യാവശ്യം പേടി കാരണം നമുക്ക് ആ വോക്കൽ റേഞ്ച് ഒന്നും കിട്ടത്തൊന്നുമില്ല. ആൻഡ് അതൊരു കുറ്റമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു പേടി അത് പയ്യെ മാറി വരണം. പക്ഷെ സ്റ്റിൽ നമുക്ക് എടുക്കേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ മര്യാദക്ക് ക്ലീൻ ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളി വീഴുന്നതൊക്കെ നമ്മൾ റീടേക്ക് എടുത്ത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ റെക്കോർഡിംഗ് സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഇതിനെ വീട്ടിലാക്കിയിട്ട് എനിക്ക് റോഷൻ്റെ വീട്ടിൽ പോകണം. അപ്പോൾ റോഷനെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ നേരെ വീണ്ടും പോയത് ഒരു ഫുഡ് കോർട്ടിലോട്ടാണ്. അവർ 2 ബിരിയാണി പറഞ്ഞു, ഞാൻ ഒരു വെജ് ബർഗർ പറഞ്ഞു. ആ വെജ് ബർഗർ വാങ്ങിയതിന് അവന്മാരെന്നെ നല്ല രീതിക്ക് ടാട്ടി. ആക്ച്വലി നമ്മൾ റെക്കോർഡ് ചെയ്ത സോങ് എന്ത് ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലേക്കാണ്. ലൈക്ക് അവളുടെ പോർഷൻസ് എല്ലാം നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആ ഫസ്റ്റ് വേഴ്സ് ലൈക്ക് അത് എഴുതിയത് ഒരു മെയിൽ പെർസ്പെക്റ്റീവിലായതുകൊണ്ട് അതൊരു ആ വേഴ്സ് മെയിൽ വോക്സ് പാടിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിക്കുന്നത് ലൈക്ക് ഒരു ഫീമെയിൽ വോക്കൽസിന് വേണ്ടിയുള്ള ലിറിക്സ് ആയിട്ട് മാറ്റണോ, അല്ലെങ്കിൽ ആ വേഴ്സ് മാത്രം വേറെ ആരെങ്കിലും കൊണ്ട് പാടിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. റോഷൻ്റെ റോഷൻ്റെ കയ്യിൽ കുറേ പ്രൊജക്റ്റിൻ്റെ സാധനങ്ങളുണ്ട്. ഒരു ഡ്രോൺ മോട്ടർ ഉണ്ട്, ഒരു നോഡ് MC ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഈ ഡ്രോൺ മോട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ബാറ്ററി കുത്തി കറക്കാൻ പറ്റില്ല. അതിന് ഈ നോഡ് MC എന്ന് പറഞ്ഞ ആ ഒരു ബോർഡ് മൈക്രോ കൺട്രോളേഴ്സ് വെച്ചിട്ട് കറക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളത് കറക്കാൻ വേണ്ടി പഠിച്ച പണി 18 പല കോടികളും വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. കരയണ ചെയ്യേണ്ട സൗണ്ട് ഇടാം. നമുക്ക് ഡ്രോൺ ഉണ്ടാക്കിയിട്ട് പറത്താം. അതിന് ഈ സാധനം പോലും നീ പറഞ്ഞത് വെച്ച് കൈവിട്ടാൽ മതി. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്മില്ലായില്ലേ? അപ്പൊ ഇതിങ്ങനെ കുറെ തവണ ട്രൈ ചെയ്തത് കറക്കാൻ നോക്കിയതിന് ശേഷം എന്താണ് പ്രശ്നമെന്ന് നോക്കി വന്നപ്പോഴാണ് മനസ്സിലായി ഈ ഡ്രോൺ മോട്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിയിൽ ചാർജ് ഉണ്ടായില്ല. സോ അത് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഞങ്ങൾ അടുത്ത പരിപാടിക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി കഴിഞ്ഞിട്ട് വിശാലും വന്നു. ഓപ്പൺ സിം ഹാൻഡ്സ് അപ്പ് വരൂ. ഇറ്റ്സ് അൺലോഡഡ്. ഞാൻ വ്ളോഗാണ്. ഞാൻ രാവിലെ സ്റ്റുഡിയോ പോയി. ഓണല്ല ഒരു ദിവസം ബോക്സിങ് പഠിക്കാൻ ചേരുന്നതിനെ പറ്റിയാണ് അവന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒന്നെടുത്താ പോരെ? അതുമല്ല എടുത്താ പോരെ? ജിമ്മിൽ പോലും മര്യാദക്ക് പോവാത്തവനാണ് ബോക്സിങ്ങിന് ഡെയിലി പോകാൻ പോകുന്നത്. അത് പോയിട്ട് ഇപ്പൊ 2 മാസമായി. പിന്നെ നന്ദുടെ ഡാഡിന്ന് അടിയോളം തന്നെ ആയിരിക്കും. ഇല്ല, ഇതൊന്നും ഇല്ലടാ, പോണില്ലല്ലോ. അതുപോലെ കാഷ്വൽ ആയിട്ട് പറഞ്ഞാൽ മതി. മോശി എന്താണെന്ന് അല്ലേ വിശാൽ? അല്ല
എന്തിന്റെ ഫണ്ട്? Just wait on the line. ഞാൻ മഷന്മാർക്കാണല്ലോ ഫണ്ട് ആലോചിക്കുന്നത്. And line as well.